എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ചിട്ടുള്ള അഫിലിയേറ്റ് കോളേജുകളിലെ സർവകലാശാല സെൻറ്ററുകളിലെ ശാസ്ത്രീയ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളുടെ റാങ്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി പരിശോധിക്കാവുന്നതാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ റാങ്ക്, കോളേജിലെ വേക്കൻസി എന്നിവ പരിശോധിച്ച് 2024 ഓഗസ്റ്റ് 13-നുള്ളിൽ കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതും ആണ്. അപ്പോൾ പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ ആരംഭിക്കുന്നതുവരെ പ്രവേശനത്തിന് ഹാജരാവാൻ സമയം അനുവദിക്കുന്നതിനായിട്ട് അതത് കോളേജുകളോട് ആവശ്യപ്പെടാവുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു admission.uoc.ac.in/admission എന്നുള്ള വെബ്സൈറ്റ് വഴി, അതായത് എന്ന വെബ് പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ FIUGP 2024-25 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ലോഗിൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു ക്യാപ്പ് ഐഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്നും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജിലും നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതത് കോളേജുകളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് നിങ്ങളുടെ റാങ്ക് എത്രാമതാണ് എന്നുള്ളത് പരിശോധിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ സീറ്റ് വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സീറ്റ് വേക്കൻസി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയും അതിനുശേഷം സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ എത്ര വേക്കൻസിയാണ് ആ ഓരോ കാറ്റഗറിയിലും ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന സെൽഫ് ഫിനാൻസ് കോളേജിലെ വേക്കൻസികൾ ഇതേ രീതിയിൽ പരിശോധിച്ച് നിങ്ങൾക്ക് അവിടെ സീറ്റ് വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് കുറച്ച് സമയം ചോദിക്കുക. കാരണം നിങ്ങൾക്ക് അഥവാ സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയാണ്, അത് സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് അതുവരെ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നതിനായിട്ട് ആ ഒരു കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ സമയം ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോളേജ് അനുമതി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടും അഡ്മിഷൻ കിട്ടിയിട്ടില്ല, സെക്കൻഡ് സപ്ലിമെൻ്ററിയിലും കിട്ടിയിട്ടില്ല എങ്കിൽ അതത് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓരോ കോളേജിൽ നൽകിയുള്ള ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു കോളേജിൽ നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്രാം സ്ഥാനത്താണ് നിങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ എത്ര വേക്കൻസീസ് ആണുള്ളത്, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വന്ന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതുവരെ, സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വരുന്നതുവരെ അതുവരെ നിങ്ങൾക്കൊരു അവസരം നൽകുന്നതിനും നിങ്ങൾ കോളേജിൽ ചോദിക്കുക, അതായത് കോളേജിൽ പറയുക. അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഓഗസ്റ്റ് 6-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 5-ാം തീയതി വരെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷനുള്ള സമയം നീട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് അതുപോലെ സർവകലാശാല ക്യാമ്പസുകളിലെ ശാസ്ത്രീയ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓഗസ്റ്റ് 13 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ നേടാനുള്ള സമയം ചോദിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.